പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വചനങ്ങൾ നൽകപ്പെടുമ്പോഴേ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. കാര്യം കർത്താവിൻ്റെ തനി വചനങ്ങളാണ് അച്ഛൻ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ഈ ക്ലേശകാലമായ കാലത്തെ അതിജീവിക്കാനുള്ള അപ്പോസ്തല കാലം മുതലേ സഭയ്ക്ക് നൽകിയ പൈതൃകമാണ് ഈ സന്തോഷമെന്ന് പറയണത്. പൗലോസ് സന്തോഷത്തിൽ നിന്ന് മാറണില്ല. പൗലോസ് പറയും, എപ്പോഴൊക്കെ സന്തോഷമായിരിക്കണമെന്ന് അപ്പോസ്തലനോട് ചോദിച്ച ഉടനെ പൗലോസ് പറയും, സ്ലീഹ എപ്പോഴൊക്കെയാണ് സന്തോഷമായിരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇന്ന സമയം, വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറയും. വായ്, അതാണ് പ്രശ്നം. എന്താണ് അങ്ങനെ പറയണത്? ആർക്കങ്ങനെ പറയാൻ കഴിയും? ഇപ്പോഴ് ഒന്ന് തലശ്ശേരി 5:16, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, പിന്നെന്ത് ചെയ്യണം? ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, പിന്നെന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ, പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുവിൻ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലികമായ ഈ ക്ലേശകാലങ്ങളിൽ കൈവരിക്കുന്ന സന്തോഷത്തിൻ്റെ അഥവാ അപ്പോസ്തല പൈതൃകമായ സന്തോഷത്തിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? ഇപ്പം നമുക്ക് എപ്പോഴും സന്തോഷത്തിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ ഡോക്ടർ പറയുന്നു നമ്മുടെ രോഗം ഇനി മാറത്തില്ല, മരണം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കുമെന്ന് ഡോക്ടർ പറയണം. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ചീട്ട് നോക്കിക്കൊണ്ട്. അപ്പം നമ്മുടെ കണ്ണ് നിറയും. ചീട്ട് നമ്മുടെ ഡയഗ്നോസിസിൻ്റെ കാർഡും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. അപ്പം കണ്ണ് നിറയുമ്പോൾ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? സ്ലീഹ പറയും, എപ്പോഴും സന്തോഷത്തിരിക്കാൻ. പിന്നെ എങ്ങനെ നമ്മൾ സന്തോഷത്തിലിരിക്കും? വാട്ട് ഇസ് എ ട്രബിൾ വിത്ത് അസ്? എവിടെയാണ് മിസ്സൊക്കെ? അതായത് സന്തോഷത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. നമ്മൾ ഫിലിപ്പിയർ 4:4 എന്താ കണ്ടത്? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കാൻ? നമ്മുടെ കർത്താവിൽ സന്തോഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ്സ് എ പോയിന്റ്. അതായത് ഫിലിപ്പിയർ 4:4 പറഞ്ഞ എന്താണ്? നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കണം? നമ്മൾക്ക് വരുന്ന സുഖദുഃഖങ്ങളല്ല സന്തോഷിക്കേണ്ടത്. സുഖദുഃഖങ്ങളിൽ സന്തോഷിക്കണമല്ല ക്രിസ്ത്യൻ സന്തോഷം എന്ന് പറയണത്. ഇവിടെയാണ് നമ്മൾ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എന്ത്? നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവാൻ. ദുഃഖം വന്നാലും സുഖം വന്നാലും നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം വസ്തുവിലല്ല, അല്ലെങ്കിൽ അനുഭവങ്ങളിലല്ല, ഒരു വ്യക്തിയിലാണ്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായോ? നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, വിശ്വാസി നീ മനസ്സിലാക്കണം, നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം അനുഭവങ്ങളിലല്ല. നമ്മുടെ ദുഃഖമോ സന്തോഷമോ നമ്മുടെ അനുഭവങ്ങളോട് ബന്ധപ്പെട്ടതല്ല. വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിത്വമാണ്. കാര്യം അവൻ നമ്മൾ കുടികൊള്ളിടത്തോളം കാലം
നമ്മുടെ സന്തോഷമോ സങ്കടമോ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തിലാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ സന്തോഷത്തെ അടിസ്ഥാനപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തില് നിറച്ചു തരണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, ബേസ്മെൻ്റ്, റെഫറൻസ് ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ മക്കളെ, കർത്താവിന് ഒരു വിശ്വാസിയുടെ ഉദ്ദേശവും ലക്ഷ്യം എന്താണ്? കർത്താവിൻ്റെ സ്നേഹത്തിലും വ്യക്തിബന്ധത്തിലും വളരുക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിലും വ്യക്തിബന്ധത്തിലും വളരുക. അപ്പം ഈ വളർച്ച അനുസരിച്ചിട്ടാണ് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അത് മോശമായാലും അത് നല്ലതായാലും അതൊന്നും അല്ല നമ്മളെ ബാധിക്കുന്നത്. നമ്മുടെ സന്തോഷത്തെ തീരുമാനിക്കുന്നത് നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ളതെല്ലാം ഒരു പരിശീലനമാണ്. പൗലോസ് തന്നെ പറയണത് എന്താ? 4:12 ഫിലിപ്പിയർ 4:12 എന്ന് പറയണത്, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. താഴ്ന്ന നിലയിൽ, ഇപ്പം നമ്മുടെ താഴ്ന്ന നിലയിലല്ലേ ജീവിക്കണേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ സൈഡിലൊക്കെ ആൾക്കാർ, ഇവിടുത്തെ കുറേ കേരളത്തിലെ നല്ല നല്ല ഹോട്ടലെല്ലാം ആലപ്പുഴയാണ്. അവിടെ നല്ല മീൻകറി കിട്ടും, അതാണ് വിഷയം. പക്ഷേ ഇപ്പം ഇല്ല, മീനില്ല. കടല് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇപ്പോൾ ആൾക്കാർ പച്ചക്കറിയൊക്കെ കൊണ്ട് ജീവിക്കുക, താഴ്ന്ന നിലയിൽ ജീവിക്കുക. നമ്മളെല്ലാവരും ഓരോരുത്തരും അങ്ങനെയാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ താഴ്ന്ന നിലയിൽ ജീവിക്കും. രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നമുക്ക് യാത്രയില്ല, നമുക്ക് വരുമാനമില്ല, നമുക്ക് മുമ്പത്തെ പോലെ പണം നമ്മുടെ കയ്യിലില്ല. ചിലക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അരിയും പയറും മാത്രമേ ഉള്ളൂ കയ്യിൽ. ഞങ്ങൾ കൃപാസനത്തിൽ കുറേ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ മാസം കുറേ കിറ്റുകളില്ല, ഒരു വീടിന് ഒരു 200 വീട്ടിന് ജീവിക്കാൻ വേണ്ടി മാത്രം സാധനങ്ങൾ ഓരോ ചാക്കിലാക്കിയപ്പോൾ 750 രൂപയായി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് പുളി വരെ വെച്ച് കൊടുത്തു. പുളി കാര്യം എന്താണ്? ചില പറഞ്ഞ വെച്ചാൽ സോപ്പില്ല എന്ന് പറയും. അപ്പം നമ്മൾ താഴ്ന്ന നിലയിൽ, അപ്പം ഞങ്ങൾ സോപ്പ് വാങ്ങിച്ചതിൻ്റെ അത് വെച്ച്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, സോപ്പ് ഇല്ലാത്ത വീടുകളുണ്ടായിരുന്നോ? നമുക്ക് 5-6 സോപ്പ് ഇട്ടിട്ട് നമ്മൾ ലാവിഷായിട്ട് കഴുകിയ കാലമുണ്ട്. സോപ്പ് പകുതിയാകണ മുമ്പ് തന്നെ വാഴച്ചവിട്ടിലെടുത്ത് എറിഞ്ഞു കളയും. അവിടെ കിടന്നിട്ട് വാഴക്ക് പണിയായിട്ട് വരും ആ സോപ്പ്. ഇന്നിപ്പോൾ സോപ്പ് നമ്മൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരേ കാലമാണത്. അപ്പോസ്തല കാലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ, 4:12 നോക്കിയേ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ജീവിക്കണ പോലെ സമൃദ്ധി ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. ഇതൊക്കെ കൊറോണ കാലമൊക്കെ ഒരു പരിശീലനമാണ് ശരിക്കും.
ഇതൊരു ശാപമല്ല, ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലികമായ പരിശീലനമാണ്. ഇത് പരിശീലനമായിട്ട് എടുക്കുന്ന ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ പേരിലും. പ്രാർത്ഥിക്കുക, കർത്താവേ ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാം താഴ്ന്ന നിലയിലെ ജീവിക്കുന്നവരും അതൊരു വിശ്വാസത്തിന്റെ പരിശീലനമായി കാണുവാനും നിരാശ വെടിഞ്ഞ് സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തില് സ്വീകരിക്കുവാനും അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ പേര് മറിയമ്മ ഷാജു, ഇതെൻ്റെ മോൻ സെബിൻ. ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 27-നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2020 ഫെബ്രുവരി കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അന്നു മുതൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലും പങ്കെടുത്ത് കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം ആണ് ഞാൻ ആദ്യമായി പറയുന്നത്. 2021 ജൂലൈ മാസത്തിൽ നടന്ന എനിക്ക് 7 വർഷമായി ഉണ്ടായിരുന്ന മൂക്കിന് ഇൻഫെക്ഷൻ അടിച്ച് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, പക്ഷേ മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടിയുടെ കോവിഡിൻ്റെ സമയമായിരുന്നത് കൊണ്ട് എനിക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഉടമ്പടി ആരാധനയിലും ആണ് പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, അച്ഛൻ ഇന്ന് സന്ദേശം പറയുമ്പോൾ ഇന്ന് എൻ്റെ സന്ദേശം കൂടെ പറയണം എന്ന്. അതുപോലെ തന്നെ അച്ഛൻ ആദ്യം ഒരു സന്ദേശം പറഞ്ഞു, അടുത്തത് ഞാൻ മനസ്സിൽ വിചാരിച്ചു എൻ്റെ മൂക്കിന് പ്രശ്നമുള്ളവരുടെ കാര്യം വേണം അച്ഛൻ പറയാൻ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മൂക്കിലൂടെ വെള്ളം വരുന്ന തലസംബന്ധമായത് സൈനസൈറ്റിസ് രോഗമായിട്ട് ഉള്ളവരുടെ രോഗമാണ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ശരീരം ആകെ കോരിത്തിരിച്ചു. ഞാൻ അപ്പോൾ തന്നെ വിശ്വസിച്ചു എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. പിറ്റേ ദിവസം ഞാനിങ്ങനെ എൻ്റെ മൂക്കിൽ മുഖം കഴുകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി. ഞാൻ പോലും അറിയാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ പ്രശ്നം ഇത് പൂർണ്ണമായിട്ടും 5 വർഷമായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. വികാരൻ ഈശോയ്ക്ക് ഞാൻ 1000 സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. അടുത്തത് ഞാൻ 2022 ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞ് എനിക്ക് 24 വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ ഷോൾഡർ പെയിന് ഒരുപാട് 10-13 ഡോക്ടേഴ്സിനെ ഞാൻ അലോപ്പതി, ഹോമിയോ, ആയുർവേദം ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരുന്നു. ഒന്നിനും എനിക്ക് പ്രതിവിധി കിട്ടിയില്ല. ഒരു ഡോക്ടറാണ് എന്നോട് പറഞ്ഞു, ഇത് ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്നാണ് പറഞ്ഞത്. 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം നോർമലാണ്, പക്ഷേ ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തി. ഞാൻ പിന്നെ 2018-19 വർഷത്തോളം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതി എൻ്റെ ഷോൾഡർ പെയിൻ്റെ കാര്യം. രാവിലെയും വൈകുന്നേരവും ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ അച്ഛൻ ഇവിടെ എപ്പോഴും പറയും, വിശേഷവതിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പോയി ആഴ്ചയിൽ 1 ദിവസം എന്നുള്ളത് 2 ദിവസം പോയി. ഞാൻ എൻ്റെ കൈക്ക് വേദനയായിരുന്നെങ്കിലും ഞാൻ പോയി 3 വൃദ്ധരെ എങ്കിലും ഞാൻ പോയി കുളിപ്പിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പറയാണ്, ഷോൾഡർ പെയിൻ ഉള്ളവർ, ഓരോ രോഗങ്ങളുള്ളവരുടെയും കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 2 ദിവസം ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണ്, ഈ ഉടമ്പടി സാക്ഷി എഴുതി കൊടുക്കുന്നതും പരിശുദ്ധ അമ്മ, ഈ കൃപാസന അമ്മ തന്നെ പറയുവാണ് നീ ഇതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 2023-ലും 2024-ലും ഈ 2025-ലും ഞാൻ ജവമാല റാലിയിൽ പങ്കെടുത്തു. ഒരിടത്തും ഇരിക്കാതെ പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് ഈ ദൈവപിതാവിന്ന് വാങ്ങി തന്ന എൻ്റെ ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ മോൻ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ബിടെക്കിന് ചേരുവായിരുന്നു. ലാറ്റൻട്രി വഴി ബിടെക്കിന് ചേരുമായിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവന് 3rd സെം തൊട്ട് അവന് എക്സാം ഇരുന്ന് കഴിഞ്ഞപ്പം പൂർണ്ണമായി എഴുതാനും മറന്നു പോകുന്നു, ബുദ്ധിമുട്ടാകുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ, അമ്മ
ഉടമ്പടിയിൽ എഴുതി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. നീ പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ആ ഉടമ്പടി ഉപ്പും തേനും ഒക്കെ നീ ഉപയോഗിച്ച് നീയും പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എല്ലാ ദിവസവും. എന്നിട്ട് നീ പഠിക്കാനും പരീക്ഷയ്ക്കുമൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ 5ാമത്തെ സെം വരെ അവന് സപ്ലി കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 6ഉം 7ഉം 8ഉം ആ ഇതിലെല്ലാം നല്ല മാർക്കോടുകൂടി തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും അവന് നല്ല വിജയം നേടി കൊടുത്ത് വീട്ടിലേക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ അവന് കിട്ടിയ ജോലിയുടെ കാര്യമാണ് അടുത്ത് ഞാൻ പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ലാസ്റ്റ് പ്ലേസ്മെൻറ്റ് വരുമായിരുന്നു. നേരം പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അവന് ഇച്ചിരി പ്രായം കൂടി പോയി. അതുപോലെ സപ്ലി വന്നു. അതുകൊണ്ട് അവന് മിക്ക കമ്പനിയിലെയും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരു കമ്പനിക്ക് മാത്രം അവന് കൊടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ജൂൺ മാസം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പഠിച്ച മേഖലയിൽ തന്നെ അവന് ഒരു ജോലി കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എഴുതിയിട്ട് 6ാം ദിവസമായപ്പോഴത്തേന് അവനെ ഒരു ചെന്നൈയിൽ നിന്നൊരു ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണ്. അവന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും എല്ലാം കൊടുത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയതും ഞാൻ കൊടുത്താണ് വിട്ടുവീഴ്ചത്. പോകുമ്പോൾ മോനെ ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം മോൻ ഇത് കയറി പോകാൻ. അവൻ ചെന്നൈ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സഹോദരിയോടും പറഞ്ഞു, മോനെ പറഞ്ഞു വിടുമ്പം മോനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവന് കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ച് വേണം വിടാനെന്ന്. അന്നേരം ചേച്ചി ഞാനത് കാര്യം ഏറ്റു, ചേച്ചി അത് പറയണ്ട, എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞു എല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയും എന്ന് അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു. 1 കഴിഞ്ഞു, 2 ആഴ്ചയായി. മോന് ടെൻഷനായി തുടങ്ങി. അമ്മയെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ധൈര്യമായിട്ടിരിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതല്ലേ, അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നോളും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു വചനം ഇതാണ്, പുറപ്പാട് 14:14, താവ് യുദ്ധം ചെയ്തോളും, നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ മതി എന്നുള്ള വാക്യം ഞാൻ മോന് പറഞ്ഞു കൊടുത്തു. നീ ധൈര്യമായിട്ടിരിക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാനും മോനും കൂടെ ഇവിടെ ജൂലൈ 1 ഇവിടെ വന്ന് ഉപവാസം എടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സാക്ഷ്യം കുറേ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കും എൻ്റെ മോനുമായിട്ട് ഇവിടെ കയറി വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമേ. എൻ്റെ മോൻ്റെ വിശ്വാസം പോലെ അവൻ 5ാം ക്ലാസ് മുതൽ അവൻ ഗോൾട്രയിലും വിശുദ്ധ കുർബാന ഒന്നുപോലും കളയാതെ അവൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നവനാണ്. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എൻ്റെ മോന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം ജോലിയെക്കുറിച്ചുള്ള എന്നും പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഇടർന്ന് പോയി. വീട്ടിൽ ചെന്നു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു, ഉടമ്പടി പ്രാർത്ഥന തൈലം വെച്ചപ്പോൾ ഞാൻ എല്ലാവരെയും പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് സാധാരണ പോലെ അവൻ മൊബൈൽ എടുത്തപ്പം കാണുന്നത് അവൻ സെലക്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് മെയിൽ വന്നിരിക്കുവാണ്. അവന് അവിടെ 28 ഞാൻ 30 ദിവസത്തിനുള്ളെന്ന് പറഞ്ഞത് അമ്മ 28 ദിവസത്തിനുള്ളിൽ തന്നെ 28ാം ദിവസം അവന് അമ്മ ജോലിക്കുള്ള മെയിൽ വന്നു. അതുപോലെ ഓഗസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ ജോലി കയറണമെന്നുകൂടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അത് 59ാം ദിവസം എൻ്റെ മോൻ ജോലിയിൽ ഓഗസ്റ്റ് 4-ാം തീയതി എൻ്റെ മോൻ ജോലിയിൽ ചെന്നൈയിൽ ഒരു അവൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി അവന് കിട്ടി. ഈശോയും അമ്മയെ അനുഗ്രഹിച്ചു. ദേവതാവിൽ നിന്ന് വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. അവനിവിടെ പോകുന്നതിന് മുമ്പേ ഇവിടെ വന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പാണേലും ഇൻ്റർവ്യൂവിന് മുമ്പാണേലും എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും പോകുകയുള്ളായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രവും ഉപ്പും തേനും കാശിരവും വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും അതുപോലെ വീടുകളിലും അതുപോലെ യുവജനങ്ങൾക്കാണ് ഞാൻ കാശിരവും കൂടുതലായിട്ട് കൊടുത്ത് അവരോടും പള്ളി പോകണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വൃദ്ധസദനത്തിൽ ആഴ്ചയിൽ 2 ദിവസം പോയി കുളിപ്പിക്കാനായിട്ടും എല്ലാം അവിടെ വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ വസ്ത്രമായിട്ട് ഞാനും മോനും കൂടെ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്.
അതുപോലെ എൻ്റെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ പല പ്രാവശ്യം സ്വപ്നം കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് സെബിൻ. അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റാത്ത, എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അമ്മ പറഞ്ഞു കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫേസിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതായത് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ആ പെർഫോമൻസ് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് റിസൾട്ട് വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഗ്രേസും കൂടെ വേണമെന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ ഒരു ബോധ്യം വന്നു. അതുകൂടാതെ തന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എൻ്റെ തന്നുവിടും. എന്നിട്ട് ഞാൻ തിരിച്ച് അത് കഴിയുമ്പോൾ അമ്മയുടെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് പോകുന്ന സമയത്താണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വേറെ അതിൻ്റെ ഫീഡ്ബാക്കായിട്ടോ ഒരാഴ്ചക്കകം റിസൾട്ട് പറയുമെന്ന് പറഞ്ഞു, ഒന്നും വന്നില്ല. അപ്പം പിന്നെ ടെൻഷനായി, എന്താണ് അടുത്ത ഫേസ് എന്താണ്, അതായത് റിസൾട്ട് വരുന്നില്ല. റിസൾട്ട് യെസ് ഓർ നോ അറിയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ബാക്കി അടുത്തതിനെ അറ്റൻഡ് ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതിന് വെയിറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ ഒന്നും വരാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനും അമ്മയും കൂടെ ഒന്നുകൂടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയി. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരണം, യെസ് ഓർ നോ. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മെയിൽ വരുന്നത് ഇങ്ങനെ സെലക്ട് ആയെന്നുള്ള കാര്യം. അപ്പം ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാര്യം നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തിടന്നാണ് നമുക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻസും കാര്യങ്ങളും വരുന്നത്. നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു കാര്യങ്ങളിൽ മാത്രമല്ല, പല മേഖലകളിലും നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം മാതാവ് വഴി ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ എൻ്റെ ഈശോയോടും അമ്മ മാതാവിനോടും ക്ഷമ ചോദിക്കുന്നു. നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് കുറച്ച് വൈകി ഞാൻ പറയാനായിട്ട്. 25/5/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ മകൾക്ക് ജനിക്കുമ്പോൾ ജനനേന്ദ്രിയം ഉണ്ടായിരുന്നു. അത് ഒരു 3-ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അത് അടഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 വർഷം വെയിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ വേറെ ഒരു ഫീമെയിൽ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറി തന്നെയാണ്. പിന്നെ അവർ ഡോക്ടർ എഴുതി തന്നത് ഒരു ഓയിൽമെൻറ്റ് മാത്രമാണ്. ഈ ഓയിൽമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഓയിൽമെൻറ്റ് ഉപയോഗിച്ചു. ഞാൻ ഉടമ്പടി എടുത്തുള്ളത് കൊണ്ട് ഉടമ്പടി നിറച്ച വസ്തുക്കളാണ് ഉപയോഗിച്ചത്. അങ്ങനെ പതിയെ അവൾക്ക് അതിൻ്റേതായ എല്ലാ ജനനേന്ദ്രിയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി സർജറി വേണ്ട, കുട്ടിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകൾ LSS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എക്സാമിന് 2 ദിവസം മുന്നേ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞു മകളെന്നെ കൊണ്ടുപോവാണ്, കൃപാസനത്തേക്ക് പോവുകയാണ്. അപ്പോൾ അധ്യാപകർ പറഞ്ഞു കുട്ടീനെ കൊണ്ടുപോകരുത്, ഞങ്ങൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നാൾ പഠിപ്പിച്ചില്ലേ, ഇനി നമുക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് കുട്ടീനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന എക്സാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മാർക്ക് കൂട്ടി നോക്കുമ്പോൾ കിട്ടി നമുക്കൊരു 35 മാർക്കാണ്. ജയിക്കാനായിട്ട് 48 മാർക്ക് വേണം. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 62 മാർക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അവളുടെ സ്കൂളിൽ അവൾക്കായിരുന്നു ആ വർഷത്തെ ടോപ്പ് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ 3ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കുക, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ചൂടുവെള്ളം കുടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ഞത്ത് വന്നിട്ട് കെട്ടി എന്നിട്ട് പേടിച്ചിട്ട് എണീക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഉടമ്പടിയിലായ പിന്നെ ആ ബുദ്ധിമുട്ടുകളൊക്കെ തനിയെ മാറിപ്പോയി. എൻ്റെ 4ാമത്തെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ ജോലി കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുകയും കാശുരൂപം തരികയും ചെയ്തിരുന്നു.
അപ്പോൾ ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ, എന്നാലും ഞാൻ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് രാവിലെ മോർണിംഗിൽ പ്രെയർ ഉണ്ടാവും. ആ പ്രെയറിൻ്റെ സമയത്ത് അവരൊക്കെ പ്രാർത്ഥിക്കുക സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈശോ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, എൻ്റെ ഉടമ്പടി ജീവിതം കുറച്ചും കൂടി നന്നായി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ജോലി ക്രമീകരിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിന് ഫലമായിട്ട് ഞാൻ ദിവസം പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണടച്ചപ്പോൾ എനിക്ക് ഓഗസ്റ്റും സെപ്റ്റംബറും ഇത് 2 മാസങ്ങളാണ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതിൽ ജൂൺ കഴിഞ്ഞ് ജൂലൈ ഞാൻ ആ മാസങ്ങൾ വെയിറ്റ് ചെയ്തു. ഓഗസ്റ്റ് ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ വരികയും സെപ്റ്റംബറിൽ ജോലിക്ക് വിളിക്കുകയും ചെയ്തു. ജോലി ലഭിച്ചത് തന്നെ പള്ളിയുടെ മുൻപിലാണ്. അതുകൊണ്ട് എനിക്ക് എന്നും കുർബാന കാണാനും ബൈബിൾ വായിക്കാനും കാരുണ്യപ്രവർത്തികൾ ചെയ്യാനും എനിക്ക് കൃത്യമായി സാധിക്കുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി പേപ്പർ പത്രം നമ്മൾ വെറുതെ കൊണ്ടുപോടുത്താൽ ആരും വാങ്ങിക്കൂല. അത് വേണ്ട, കളിയാക്കി വിടും, നിനക്ക് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കും. പിന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ പേപ്പറുകളൊക്കെ വേഗം ഓരോരുത്തർ വാങ്ങി അത് വേഗം കഴിയും. പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുന്നത് കൂടാണ്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ 6 മിനിറ്റൊക്കെ കുറവായിരുന്നുണ്ടെങ്കിൽ, അരമണിക്കൂറിൽ കുറവായിരുന്നുണ്ടെങ്കിൽ ഞാൻ വചനങ്ങൾ കുറേ പറഞ്ഞ് പ്രാർത്ഥിക്കും. ജോലി ചെയ്യുമ്പോഴൊക്കെ വചനങ്ങൾ ഒരുപാട് ഞാൻ ചൊല്ലും. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉടമ്പടി പുതുക്കിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് മാതാവിനെ ഒന്ന് പിടിക്കാൻ കിട്ടിയെങ്കിലേ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് അതിനുള്ള അർഹത യോഗ്യതയൊന്നും ഇല്ല, പിന്നെ ടോക്കൺ വാങ്ങിക്കാനുള്ള സാമർഥ്യവും ഇല്ല. അപ്പോൾ ഞാൻ മാറി ഒതുങ്ങി നിന്നു. സാറിൽ എനിക്ക് വേണ്ട. പക്ഷേ അപ്പോൾ അന്ന സമയത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞത്, അതായത് പരീക്ഷ എഴുതുന്നവർ ആരെങ്കിലും ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ കൈ പൊന്തിച്ചു, അന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ടോക്കൺ തന്നു. അപ്പോൾ ഞാൻ വെച്ച് വില കൊടയോ വിളക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലും മതിയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് മാതാവിന് തന്നെയായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ പുഷ്പസാധന, അതായത് അമ്മമാർ വയ്യാതെ കിടക്കുന്ന സ്ഥലമാണ്. കിടപ്പ് രോഗികളുണ്ട്, അവർ വയ്യാത്ത രോഗികൾ. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞവർ വളഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ കിടപ്പ് രോഗികൾക്കൊക്കെ തീരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ഉടുപ്പുകൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ അവിടെ ഒരു മെഷീൻ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഈ മെഷീൻ ആരും ഉപയോഗിക്കുന്നത് വെച്ചപ്പോൾ ആരും ഉപയോഗിക്കില്ല മോളെ, നിനക്ക് മെഷീൻ ഉപയോഗിക്കാൻ അറിയിച്ചാൽ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ആകെ 2 ദിവസമാണ് ടൈലറിങ് പഠിച്ചിട്ടുള്ളത്. ഓരോ സന്ദർശകർ വന്നവർ കുറച്ച് 20 മേലെ അമ്മമാരുണ്ട്. സന്ദർശകർ വന്ന് അവർക്ക് ഉടുപ്പൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ആ ഉടുപ്പുകൾ അവരെ എണ്ണം പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. അവരെ കറക്റ്റ് സൈസോ വലുപ്പം ഒന്നും ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ കൃപാസനത്തേക്ക് വരുന്ന ഒത്തിരി പേരും അവർ ഉടുപ്പ് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ഉടുപ്പുകൾ അവർക്ക് ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവരുടെ അളവിന് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഉടുപ്പ് ആ 2 ദിവസത്തെ പരിചയത്തിൽ ഞാൻ വെട്ടി തയ്ച്ച് കൊടുക്കും. ഇനി ചെല്ലാൻ നമ്മൾ വരുന്നത് അവർ വെയിറ്റ് ചെയ്യും, വന്നില്ലല്ലോ ഇനി വരാൻ വൈകി കഴിഞ്ഞാൽ അവർ സൂചി നൂലെടുത്ത് തുന്നും. നമ്മൾ ചെല്ലുമ്പോൾ ഇതൊന്ന് അഴിച്ച് തരും, ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തരുമെന്ന് പറയും. ഇതാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്നും ഡെയിലി 2 സാക്ഷ്യങ്ങൾ വായിക്കും. അപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ സാക്ഷ്യം ഇങ്ങനെ വായിച്ച് കഴിയും. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പേപ്പർ കിട്ടുക. ആ പേപ്പർ കിട്ടണ വരെ അതിൽ തന്നെ സാക്ഷ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് വായിക്കും. പുതിയ പേപ്പർ കിട്ടുമ്പോഴാണ് ഞാൻ പഴയ പേപ്പർ മാറ്റുള്ളൂ. എനിക്ക് ചെയ്തു തന്ന എല്ലാ നന്മകളെയും കൃപകളെയും ഓർത്ത് ഈശോയുടെ മാതാവിനോടും നന്ദി പറയുന്നു.